ഹലോ, എജു വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു മോക്ക് ടെസ്റ്റാണ് കേട്ടോ. കോപ്പറേറ്റീവ് ലോൻ്റെ 100 ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വേഗം പെന്നും അതേപോലെ പേപ്പറുമായിട്ട് ഇരിക്കുക. പിന്നെ ഒരു കാര്യം കൂടി, ഓപ്ഷൻസിൽ നിങ്ങളിപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ്റെ ആൻസർ സി ആണെങ്കിൽ 1C എന്ന് എഴുതിക്കോളൂ. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ആൻസർ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അങ്ങനെ ചെയ്യാം. ദെൻ ഒരു ക്വസ്റ്റ്യന് 1 മാർക്കാണുള്ളത്. അങ്ങനെ നമുക്ക് 100 ക്വസ്റ്റ്യൻസാണുള്ളത്. നെഗറ്റീവ് മാർക്കില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കിട്ടിയ മാർക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട് വാസ് പാസ്ഡ് ഇൻ. ഏത് വർഷമാണ് ഡെക്കാൻ അഗ്രികൾച്ചറൽ ആക്ട് പാസ് ചെയ്തതെന്നാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട് വാസ് പാസ്ഡ് ഇൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആദ്യമായി തന്നെ പറയാം, കോപ്പറേറ്റീവ് ലോ പഠിച്ച് തുടങ്ങുന്നത് മുതൽ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചു തുടങ്ങുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നതുകൊണ്ട് റിവൈൻഡ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദി അഗ്രികൾച്ചറൽ ലോൺ ആക്ട് ഓഫ് 1884 പാസ്ഡ് ഇൻ. അതായത് അഗ്രികൾച്ചറൽ ലോൺ ആക്ട് 1884 അത് എപ്പോഴാണ് പാസ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4. ദ തക്കാവി ലോസ് ആർ. തക്കാവി ലോസിന് എന്ത് പേരിൽ അറിയപ്പെടുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നിങ്ങൾ വായിച്ചു നോക്കുക. ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നില്ല, അത് നിങ്ങൾ വായിക്കുക. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം പറഞ്ഞു തരില്ല. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമിന് എങ്ങനെയാണോ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരാനില്ലല്ലോ, സ്വയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതല്ലേ. അപ്പോൾ എക്സാമിന് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇത് ഒരു എക്സാമായിട്ട് കാണുക. ക്വസ്റ്റ്യൻ നമ്പർ 5 ഇതാണ്. In 1901, the Commission recommended starting cooperative credit societies to tackle the problem of rural farmers. അതായത് ഏത് കമ്മീഷനാണ് 1901 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6. ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ഏത് വർഷമാണ് പാസ്സാക്കിയിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 7. ദ ഡാഷ് വാസ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഏറ്റവും ആപ്റ്റ് ആയതാണ് എഴുതേണ്ടത്, ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ക്വസ്റ്റ്യൻ നമ്പർ 8. ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 കണ്ടെയ്ൻസ് ഡാഷ് സെക്ഷൻസ്. 1904 അതായത് ആ ഒരു ആക്ടിൽ എത്ര സെക്ഷൻസ് ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 8. ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി പറഞ്ഞതാണ്, സോറി. ക്വസ്റ്റ്യൻ നമ്പർ 9. സെക്ഷൻ 3 ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 കൺസേൺഡ് വിത്ത്. അതായത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 സെക്ഷൻ 3 എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. അണ്ടർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 എ സൊസൈറ്റി കുഡ് ബി ഫോംഡ് ബൈ എനി ഡാഷ് പേഴ്സൺ ലിവിങ് ഇൻ ദ സെയിം വില്ലേജ് ഓർ ടൗൺ. അപ്പം 1904 പ്രകാരം എത്ര ആൾക്കാരാണ് ഒരു സൊസൈറ്റി ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 11. അണ്ടർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ദ ലാബിലിറ്റി ഓഫ് റൂറൽ സൊസൈറ്റീസ് ആർ. ലാബിലിറ്റി ഓഫ് റൂറൽ സൊസൈറ്റീസ് ആർ. ക്വസ്റ്റ്യൻ നമ്പർ 12. അണ്ടർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ദ ലാബിലിറ്റി ഓഫ് അർബൻ ഏരിയാസ്. ഇത് ആദ്യം ചോദിച്ചിരിക്കുന്നത് ലാബിലിറ്റി ഓഫ് റൂറൽ സൊസൈറ്റീസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 12 ചോദിച്ചിരിക്കുന്നത് ലാബിലിറ്റീസ് ഓഫ് അർബൻ സൊസൈറ്റീസ് ആണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ ആദ്യം മുതലേ ഉള്ള കാര്യങ്ങൾ റിവൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും, പെട്ടെന്ന് റിവൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മറന്നു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യം മുതലേ ഓർമ്മ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 13 എന്ന് പറയുന്നത്. ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഇൻ ഈച്ച് പ്രോവിൻസ് വർ ടു ബി അണ്ടർ ദ കൺട്രോൾ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അതായത് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഈ ഒരു ആക്ട് പ്രകാരം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഓരോ പ്രോവിൻസിലുള്ള കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആരുടെ അണ്ടറിലാണ്, ആരുടെ കൺട്രോളിലാണ് എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 14. അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റികളുടെ അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യുന്നത് ആരാണ്? ഓപ്ഷൻസ് നിങ്ങൾ വായിച്ച് നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 15. ഡാഷ് ഓഫ് ദ സർപ്ലസ് ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഷുഡ് ബി അലോട്ടഡ് ടു റിസർവ് ഫണ്ട്. അപ്പോൾ റിസർവ് ഫണ്ടിലേക്ക് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റികളുടെ എത്ര ശതമാനം സർപ്ലസ് ആണ് റിസർവ് ഫണ്ടിലേക്ക് പോകുന്നതെന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 16. ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് കുഡ് ബി അഡ്വാൻസ് ലോൺസ് ടു മെമ്പേഴ്സ് ഓൺ. അപ്പോൾ ഇവർ ലോൺസ് കൊടുക്കുന്നുണ്ടല്ലോ, അത് അതിൻ്റെ ബേസിലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 17. ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 റീപ്ലേസ്ഡ് ബൈ.
കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 18. ആസ് പെർ ദി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 നമ്പർ ഓഫ് മെമ്പർ ക്യാൻ ഹാവ് മോർ ദാൻ ഡാഷ് ഓഫ് ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ. അവരുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഷെയർ ക്യാപിറ്റൽ ഏത് ആക്ട് പ്രകാരമാണ്? 1904 ആക്ട് പ്രകാരമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് മനസ്സിലായില്ലെങ്കിൽ ഒരു 2-3 തവണ നിങ്ങൾ വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 19. As per the Cooperative Credit Societies Act 1904, no member can hold shares exceeding dash. No member can hold shares. അത്ര വരെയുള്ള ഷെയർസ് അതിൽ അത്ര എക്സീഡ് ചെയ്യാൻ വേണ്ടി അത്ര ആ ഒരു ലിമിറ്റ് എഴുതേണ്ടതാണ്. നെക്സ്റ്റ് ആണ് ക്വസ്റ്റ്യൻ നമ്പർ 20 എന്ന് പറയുന്നത് എ സൊസൈറ്റി കുഡ് ബി ഇൻസ്പെക്റ്റഡ് ബൈ ഡാഷ് അണ്ടർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 ഓൺ എ റിക്വസിഷൻ ബൈ എ ക്രെഡിറ്റർ. ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് തരാം. A society could be inspected by the dash under the Cooperative Societies Act 1912 on a requisition by creditor. Question number 21. The committee to prepare a model cooperative act was headed by. അതായത് ഈ മോഡൽ കോപ്പറേറ്റീവ് ആക്ട് എന്ന് പറഞ്ഞിട്ടൊരു ആക്ട് ഉണ്ട്. അതിന് വേണ്ടിയിട്ടൊരു കമ്മിറ്റി അത് പ്രിപ്പയർ ചെയ്തിരുന്നു. ആ ഒരു കമ്മിറ്റിയുടെ ഹെഡ് ആരായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. Next question. Dash was the first stage passed the new act on the basis of model act. അപ്പോൾ നമ്മുടെ ഈ മോഡൽ കോപ്പറേറ്റീവ് ആക്ട് പ്രകാരം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതോ ഒരു സ്റ്റേറ്റ് ഒരു പുതിയൊരു ആക്ട് പ്രഖ്യാപിച്ചിരുന്നു. അത് ഏത് സ്റ്റേറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 23 ഇതാണ്. ദ ഫസ്റ്റ് സൊസൈറ്റി രജിസ്റ്റേർഡ് ഓൺ ദ ബേസിസ് ഓഫ് മോഡൽ ആക്ട്. അപ്പോൾ ഈ മോഡൽ ആക്ട് പ്രകാരം ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്തിരുന്നു. അത് ഏത് വർഷമാണ്? Question number 24. Dash has been made accountable for timely conduct of elections, regular convening of meetings of the managing committee. Question repeat ചെയ്ത് തരാം. Dash has been made accountable for timely conduct of elections, regular convening of meetings of the managing committee. താഴെ കൊടുത്തിരിക്കുന്നതിൽ ആരാണ് അക്കൗണ്ടബിൾ? എന്തിനു വേണ്ടിയിട്ടാണ്? കണ്ടക്ടിങ് ഓഫ് ഇലക്ഷൻ, റെഗുലർ കൺവെനിങ് ഓഫ് മീറ്റിംഗ് ഓഫ് ദി മാനേജിംഗ് കമ്മിറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 25 ഇതാണ്. ഡാഷ് വാസ് പെർമിറ്റഡ് ടു യൂസ് ദ ഡിസ്ക്രിഷൻ ഇൻ മേക്കിംഗ് റൂൾസ് ആൻഡ് ബൈലോസ് ഓഫ് ദ സൊസൈറ്റീസ് അണ്ടർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912. 1912 പ്രകാരമാണ്, മാറിപ്പോകാൻ വേണ്ടി പാടില്ല. ക്വസ്റ്റ്യൻ നമ്പർ 26. ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ഡാഷ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സായിട്ടുള്ള വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ 100 ക്വസ്റ്റ്യൻസിൽ എന്തായാലും നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന് തീർച്ചയായിട്ടും ചോദിക്കുന്നതാണ്. അപ്പോൾ വെറുതെ ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് സമയം പാഴാക്കുക അങ്ങനെയൊന്നും വിശ്വസിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിവൈൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണിത്. ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ആയിരിക്കുമ്പോൾ ഓരോ ലൈൻ ബൈ ലൈനായിട്ടാണ് ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ കോപ്പറേറ്റീവ് ലോ സ്റ്റാർട്ടിങ് മുതൽ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മനസ്സിലാവും ഓരോ ലൈനിന്നും നിങ്ങൾ വായിക്കുന്ന ഓരോ ലൈനിന്നും എത്രമാത്രമാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് സാധ്യത ഉള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം 26 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കഴിഞ്ഞില്ലേ? 26 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 27 ഇതാണ്. ഡാഷ് ഈസ് ആൻ ആക്ട് ടു കൺസോളിഡേറ്റ് ആൻഡ് അമെൻഡ് ദി ലോ റിലേറ്റിംഗ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. റിപ്പീറ്റ് ചെയ്യുക. ഡാഷ് ഈസ് ആൻ ആക്ട് ടു കൺസോളിഡേറ്റ് ആൻഡ് അമെൻഡ് ദി ലോ റിലേറ്റിംഗ് ടു ദ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതോ ഒരു ലോ വന്നപ്പോൾ മറ്റുള്ള ആക്ടുകൾ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തു. അത് ഏത് ആക്ട് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 28. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മേ ബി രജിസ്റ്റേർഡ് ആസ് പെർ. അപ്പോൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ്? ക്വസ്റ്റ്യൻ നമ്പർ 29. ദി അപ്ലിക്കേഷൻ ബി സൈൻഡ് ഇൻ ദ കേസ് ഓഫ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. മാറിപ്പോകാൻ വേണ്ടി പാടില്ല. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഫ് വിച്ച് all members are individual by at least dash person from the each state concerned. ഇതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം. അതായത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? മെമ്പേഴ്സ് സൈൻ ചെയ്യണം. അപ്പം അറ്റ്ലീസ്റ്റ് അത് ഓരോ സ്റ്റേറ്റിൽ നിന്നും എത്ര പേഴ്സൺസ് ആണ് അറ്റ്ലീസ്റ്റ് വേണ്ടത് എന്നാണ്. അപ്പം മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ചിട്ടുള്ള ക്ലാസ് ചെയ്തിരുന്നു, ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത്. അപ്പോൾ അത് കാണാത്തവരത് കാണുക.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30. The application for registration of multi-state cooperative society is made. മൾട്ടി-സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ആർക്കാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 31. The registration certificate of multi-state cooperative society is issued by. അപ്പോൾ മൾട്ടി-സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? ക്വസ്റ്റ്യൻ നമ്പർ 32. The registration certificate of multi-cooperative society is issued under. അപ്പോൾ മൾട്ടി-സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഏത് സെക്ഷൻ പ്രകാരമാണ് ഇഷ്യൂ ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 33. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മൾട്ടി-സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിൻ്റെ അകത്ത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സുകൾ ഓർമ്മിച്ച് വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 33 ഇതാണ്. ദി അമെൻമെൻറ്റ് to the bylaws of a multi-state cooperative society shall be made by a resolution passed by a dash majority of members present and voting at general meeting of the society. Question ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. The amendment of the bylaws of the multi-state cooperative society. Multi-state cooperative societyയുടെ amendment of bylaw is made by a resolution by a dash majority of members. Dash majority of members they require dash majority of members. എത്ര majority of members ആ ജനറൽ മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്ത് വോട്ട് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 34. നോ റെസല്യൂഷൻ ഷാൽ ബി വാലിഡ്. നോ റെസല്യൂഷൻ ആണ് നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത്. നോ റെസല്യൂഷൻ ഷാൽ ബി വാലിഡ് അൺലെസ് ഡാഷ് ക്ലിയർ ഡേയ്സ് നോട്ടീസ് ഓഫ് ദി പ്രപ്പോസ്ഡ് അമെൻമെൻറ്റ് ഹാസ് ഗിവൺ ടു ദ മെമ്പേഴ്സ്. അപ്പം എത്ര ദിവസത്തെ പ്രയർ നോട്ടീസാണ് കൊടുത്തിരിക്കേണ്ടത്? എന്തിനു വേണ്ടിയിട്ടാണ്? അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് പാസ്സാക്കണം മെമ്പേഴ്സിന്. അതാണ് ചോദിച്ചിരിക്കുന്നത്. Question number 35. The amendment to the bylaw of multi-cooperative society shall be made. Amendment of bylaw ഏത് സെക്ഷൻ പ്രകാരമാണ്? Question number 36. As per dash, the name of multi-state cooperative society may be changed by amendment. താഴെ കൊടുത്തിരിക്കുന്ന സെക്ഷനിൽ ഇതിൻ്റെ അമെൻമെൻറ്റ് എന്താണ്? ചേഞ്ച് ദ നെയിം ചേഞ്ച് ചെയ്യാനുള്ളത് ഏത് സെക്ഷനാണ്? Question number 37. A multi-state cooperative society may be, by an amendment of its bylaws, change the extent of its liability as per. Changing the liability. ആദ്യം ചേഞ്ചിങ് ദ നെയിമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 37 ചേഞ്ചിങ് ദി ലാബിലിറ്റി ആണ്. ഇപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ, ഇത് മൾട്ടി-സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് ചോദിച്ചിരിക്കുന്നത്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 പ്രകാരം ഏത് സെക്ഷൻസിലാണ് അതായത് നമ്മുടെ ചേഞ്ച് ഓഫ് എക്സ്റ്റെൻറ്റ് ഓഫ് ഇറ്റ്സ് ലാബിലിറ്റി അമെൻമെൻറ്റ്, അതായത് ചേഞ്ച് ഓഫ് എക്സ്റ്റെൻറ്റ് ഓഫ് ഇറ്റ്സ് ലാബിലിറ്റി വരുന്നത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 38 ഇതാണ്. Any two or more multi-cooperative societies may amalgamate themselves and form a multi-state cooperative society. അതായത് രണ്ടോ അതിലധികമോ മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് അമാൽഗമേറ്റ് ചെയ്യാം, എന്നിട്ട് പുതിയൊരു മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യാം. മീൻസ് അമാൽഗമേഷൻ്റെ കാര്യമാണ് പറഞ്ഞാൽ ഏത് സെക്ഷൻ പ്രകാരം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 39. As per the section 19, one or more subsidiary institution may be dash. സെക്ഷൻ 19 മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ സെക്ഷൻ 19 ആണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 40 ഇതാണ്. എ സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഷാൾ നോട്ട് ഇൻക്ലൂഡ്. ഒരു സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടാത്തത്. ക്വസ്റ്റ്യൻ നമ്പർ 41. ഫെഡറൽ കോപ്പറേറ്റീവ് ഷാൽ ബി രജിസ്റ്റേർഡ് അണ്ടർ. ഫെഡറൽ കോപ്പറേറ്റീവ് ഏത് പ്രകാരമാണ്? ക്വസ്റ്റ്യൻ നമ്പർ 42. ഫെഡറൽ കോപ്പറേറ്റീവ് മേ എന്ത് എൻഷുർ ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 43. ദ മെമ്പർ ഓഫ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി മേ ബി. അതായത് അതിൻ്റെ മെമ്പർ, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ മെമ്പർ. ക്വസ്റ്റ്യൻ നമ്പർ 44. ഓപ്ഷൻസ് നിങ്ങൾ വായിച്ചു നോക്കുക. നോ മെമ്പർ ഷാൾ ഹോൾഡ് മോർ ദാൻ ഡാഷ് ഓഫ് ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി സൊസൈറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 45. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി കൺസിസ്റ്റിംഗ് ഓഫ് നോട്ട് മോർ ദാൻ ഡാഷ് മെമ്പേഴ്സ്. അതായത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മെമ്പേഴ്സാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ് എപ്പോഴാണ് ഫോം ചെയ്തിട്ടുള്ളത്? ക്വസ്റ്റ്യൻ നമ്പർ 47. ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അറ്റ് മദ്രാസ് പ്രൊവിൻസ്. മദ്രാസ് പ്രൊവിൻസിലെ രജിസ്ട്രാറെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്, ആരാണെന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 48. കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ്. എപ്പോഴാണ് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സായിട്ടുള്ളത്? ക്വസ്റ്റ്യൻ നമ്പർ 49.
എടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് വാസ് ദ ഫസ്റ്റ് സൊസൈറ്റി ഓർഗനൈസ്ഡ് ഇൻ. അപ്പോൾ എടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആ ഒരു ബാങ്ക് എവിടെയാണ്? ട്രാവൻകൂർ സ്റ്റേറ്റിലാണോ, മദ്രാസിലാണോ, മലബാറിലാണോ, കൊച്ചിനാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 50, 50ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേഷൻ വാസ് പാസ്ഡ്. ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റെഗുലേഷൻ പാസ്സാക്കിയ വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 51, ഹു വാസ് ദ ഫസ്റ്റ് രജിസ്ട്രാർ ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ്? ട്രാവൻകൂർ സ്റ്റേറ്റിലെ ഫസ്റ്റ് രജിസ്ട്രാർ. ക്വസ്റ്റ്യൻ നമ്പർ 52, ദ ഫസ്റ്റ് സൊസൈറ്റീസ് വാസ് രജിസ്റ്റേർഡ് ബൈ ദ നെയിം ഇൻ ദ പ്രസൻറ്റ് കേരള സ്റ്റേറ്റ്. ഇപ്പോൾ ഫസ്റ്റ് സൊസൈറ്റി ട്രിവാൻഡ്രം സെൻട്രൽ ആണോ, കൊച്ചിൻ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണോ, ട്രാവൻകൂർ കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ആണോ? അപ്പോൾ ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആക്ടിൻ്റെ ആ ഒരു തുടക്കത്തിലേ കഴിഞ്ഞു, ആ ഒരു മൾട്ടി സ്റ്റേറ്റ് ആ ഒരു രീതിയിലേക്ക് എത്തി. ഇനിയിപ്പോൾ നമ്മുടെ കൊച്ചിൻ കോപ്പറേറ്റീവ്, ട്രാവൻകൂറും മദ്രാസ് പ്രൊവിൻസിലെ ആക്ടിനെ കുറിച്ചിട്ടുള്ള ആ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഇതും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയി പോയി കഴിഞ്ഞാൽ ഇനി വരുന്ന മോക്ക് ടെസ്റ്റുകളിൽ ലോൻ്റെ സെക്ഷൻ 1 മുതലുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ 53ാമത്തെ ക്വസ്റ്റ്യൻസ് ഇതാണ്. ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഏത് വർഷമാണ് പാസ്സായത്? ഓപ്ഷൻസ് നിങ്ങൾ തന്നെ വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 54, ദ കേരള സ്റ്റേറ്റ് വാസ് ഫോംഡ് ഇൻ. എപ്പോഴാണ് കേരള സ്റ്റേറ്റ് ഫോം ചെയ്തിട്ടുള്ളത് എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 55, മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ. മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്സായിട്ടുള്ള വർഷം. ക്വസ്റ്റ്യൻ നമ്പർ 56, ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അറിയാലോ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എപ്പോഴാണ്. ക്വസ്റ്റ്യൻ നമ്പർ 57 ഇതാണ്. ദ ഡാഷ് വാസ് പാസ്ഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ദിവാൻ ശ്രീ AR ബാനർജി. AR ബാനർജി ദിവാനായിരിക്കും. അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ പാസ്സായിട്ടുള്ള ആക്ട് ഏതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 58, ദ ഫസ്റ്റ് താലൂക്ക് ബാങ്ക് വാസ് രജിസ്റ്റേർഡ് ഇൻ 1923 അറ്റ് ഡാഷ് ആസ് പെർ ദ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അപ്പോൾ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം 1923 രജിസ്റ്റർ ചെയ്തിട്ടുള്ള താലൂക്ക് ബാങ്ക്. ക്വസ്റ്റ്യൻ നമ്പർ 59, ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് വാസ് ഓർഗനൈസ്ഡ് ഇൻ. അപ്പോഴാണ് ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 60, ആസ് പെർ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അറ്റ്ലീസ്റ്റ് ഡാഷ് മെമ്പേഴ്സ് ആർ റിക്വയർഡ് ടു രജിസ്റ്റർ കോപ്പറേറ്റീവ് സൊസൈറ്റി. മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പ്രകാരം എത്ര ആൾക്കാരാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 61, മാക്സിമം നമ്പർ ഓഫ് ഷെയർ ഫോർ വിച്ച് മെമ്പർ വാസ് എൻറ്റൈറ്റിൽഡ് വാസ് ഡാഷ് ഓഫ് ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ ആസ് പെർ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്താ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് ഫോർ വിച്ച് എ മെമ്പർ വാസ് എൻറ്റൈറ്റിൽഡ്. ഏതിൻ്റെതാണ്? ടോട്ടൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ. ഏത് ആക്ട് പ്രകാരം? മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം. ക്വസ്റ്റ്യൻ നമ്പർ 62, ആസ് പെർ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ദ ഓഡിറ്റ് ഓഫ് ദി സൊസൈറ്റീസ് മസ്റ്റ് ബി ഡൺ ബൈ. മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം ഓഡിറ്റ് ആരാണ് ചെയ്യേണ്ടത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 63, മാക്സിമം എമൗണ്ട് ഓഫ് ഫൈൻ ഇമ്പോസ്ഡ് ഷാൽ ബി ആസ് പെർ ദി മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഓപ്ഷൻസ് നിങ്ങൾ നോക്കാം. ഓക്കെ, നമ്മൾ മദ്രാസും ട്രാവൻകൂറും കൊച്ചിനൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ KCSലേക്ക് വരികയാണ്. എന്താണ് KCS? ഈസിയുള്ള ക്വസ്റ്റ്യൻ ആണ്. 64, 64ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 65, ദ ഡാഷ് ഈസ് മീൻഡ് ഫോർ ഹിയറിംഗ് അപ്പീൽസ് അഗെയിൻസ്റ്റ് ദ ഓർഡേഴ്സ്, അവാർഡ്സ് ഓർ ഡിസിഷൻ ഓഫ് ദി രജിസ്ട്രാർ ഓഫ് ആർബിട്രേറ്റർ. എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഹിയറിംഗ് അപ്പീൽസ് അഗെയിൻസ്റ്റ് ഓർഡേഴ്സ്, അവാർഡ്സ്, ഡിസിഷൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 66, സെക്ഷൻ 81 ഡീൽസ് വിത്ത് ഡാഷ്. സെക്ഷൻ 81 ഓഫ് KCSA ആക്ട് എന്തിനാണ് ഡീൽ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 67, ആസ് പെർ ഡാഷ് എ ന്യൂ പേഴ്സണൽ പ്രൊവിഷൻ നെയിമിൽ സർചാർജ്. സർചാർജ് പറഞ്ഞൊരു സംഭവം. എന്താണ് ഈ സർചാർജ്? അതായത് കറപ്ഷനെതിരെയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? കറപ്ഷനെതിരെ, മൽ പ്രാക്ടീസസിനെതിരെ, മിസ്യൂസ് ഓഫ് പവേഴ്സ്. അപ്പോൾ അതിനെതിരെ വന്നിട്ടുള്ള ഇത് എന്താണ്? ഏത് സെക്ഷനാണ് ഡീൽ ചെയ്യുന്നതാണ്? സർചാർജ്. ഓക്കെ. സെക്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 68, ആസ് പെർ ദ ആക്ട് മിനിമം നമ്പർ ഓഫ് പേഴ്സൺ റിക്വയർഡ് ഫോർ രജിസ്റ്ററിങ് എ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഇപ്പോൾ KCSA ആക്ട് പ്രകാരം മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് എത്രയാണ് ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്? ക്വസ്റ്റ്യൻ നമ്പർ 69, ആസ് പെർ ദ KCSA സൊസൈറ്റി ഷാൽ ബി രജിസ്റ്റേർഡ് ഇൻ ദ സ്റ്റേറ്റ് വിത്ത്. ഇപ്പോൾ KCSA ആക്ട് പ്രകാരം സൊസൈറ്റി എങ്ങനെയായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 70 ഇതാണ്. ഇനി വരുന്നത് ഡെഫിനിഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഡെഫിനിഷൻസ് നിങ്ങൾക്ക് ഷുവറായിട്ട് ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും.
അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഡാഷ് മീൻസ് എ സൊസൈറ്റി ഹാവിങ് ദ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ഇറ്റ്സ് ഏരിയാസ് ഓഫ് ഓപ്പറേഷൻ. എന്താണ് ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ആണ് ഏരിയാസ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഹാവിങ് ഇറ്റ്സ് മെമ്പേഴ്സ് ഓൺലി ദ അതർ സൊസൈറ്റീസ്, അതിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് അതർ സൊസൈറ്റീസ് ആണ്. ഇപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ആണോ, അപ്പെക്സ് സൊസൈറ്റി ആണോ, ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണോ, സെൻട്രൽ സൊസൈറ്റി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. Question number 71. Dash means the society having jurisdiction over one or more revenue district ആണ്, but not hold the state as its areas of operation and having members only other societies and declared as such by the registrar or the government. അപ്പോൾ അതാണ് നിങ്ങൾ നോക്കാം. Question number 72 ഇതാണ്. Dash means the society having more than one district of its areas of operation and having individuals and other cooperative societies. അപ്പോൾ അതിൻ്റെ areas of operation എന്താണ്? more than one district ആണ്. Then question number 73. Dash means the governing body of cooperative society by whatever the name called to which management of the affairs of the society is entrusted. Question doubt ഉണ്ട്, നിങ്ങൾ തന്നെ ഒന്ന് വായിച്ച് നോക്കുക. Question number 74 ഇതാണ്. Means the cooperative society as its members only other cooperative society and the main objective of which is to raise money and lend them to its members. അപ്പോൾ വായിച്ച് നോക്കുക, ഒന്നും കൂടി വായിച്ച് നോക്കുക. ഇപ്പോൾ ഡെഫിനിഷൻസ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചോളൂ. അപ്പോൾ ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകരുത്. അതിൻ്റെ ഏതെങ്കിലും ഒരു മെയിൻ പോയിന്റ്സിൽ പിടിച്ചിട്ട് താഴെയുള്ള ഇത് ഓപ്ഷൻസ് നോക്കുക, അതിൻ്റെ ഏറ്റവും സ്യൂട്ട് ആയത് എഴുതാം. ക്വസ്റ്റ്യൻ നമ്പർ 75 ഇതാണ്. ഡാഷ് മീൻസ് എ മെമ്പർ who possess only such privilege and rights of a member who is subject to only such liabilities of a member as may be specified in bylaws. അപ്പോൾ മെമ്പർ ആണോ, അസോസിയേറ്റഡ് മെമ്പർ ആണോ, പാസ്റ്റ് മെമ്പർ ആണോ, അതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് കറക്റ്റായി തന്നിട്ടുണ്ട്. അപ്പോൾ സെക്ഷൻ 2-ൽ കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കാം. ക്വസ്റ്റ്യൻ 76 ജനറൽ ബോഡി ഏത് സെക്ഷൻ പ്രകാരമാണ്? Question 77. Dash is the supreme and final authority of a cooperative society. എന്താണ്? Question number 78. Dash is not allowed in general body. ജനറൽ ബോഡി മീറ്റിങ്ങിൽ അലൗഡ് അല്ലാത്തത് എന്താണ്? ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. Question number 79. Usually dash convenes the general body meeting. സാധാരണ ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ ചെയ്യുന്നത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. Question number 80. Dash will convene the general body meeting if the managing committee fails to convene the meeting. ഇപ്പോൾ മാനേജിംഗ് കമ്മിറ്റി ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ആരാണ് ജനറൽ ബോഡി മീറ്റിംഗ് കൺവെൻ ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 81. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഏരിയാസ് ഓഫ് ദ സൊസൈറ്റി ഈസ്. എപ്പോഴാണ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 82. മാനേജിംഗ് കമ്മിറ്റി ഈസ് ഡിഫൈൻഡ് അണ്ടർ ഏത് സെക്ഷനിലാണ്? Question number 83. The general body of a society shall constitute a committee for the period not exceeding dash years. അപ്പോൾ ജനറൽ ബോഡി ഒരു കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അതിൻ്റെ പീരീഡ് എത്രയാണ്? Question number 84. The maximum number of members of the committee shall not exceed. അപ്പോൾ പ്രൈമറി സൊസൈറ്റിയുടെ കേസിൽ ഡാഷ് ഇൻ ദ കേസ് ഓഫ് പ്രൈമറി സൊസൈറ്റീസ്. Question number 85. The maximum number of members of the committee shall not exceed in the case of societies other than primary societies. Question number 86. In the case of federal society, number of individuals in the society and they shall not exceed dash of total members of the society. Question നിങ്ങൾ ഒന്നുകൂടി വായിച്ച് നോക്കാം. Question number 87. The ad hoc committee will be for a period of dash months from the date of registration. അപ്പോൾ ad hoc കമ്മിറ്റിയുടെ കാലയളവാണ് ചോദിച്ചിരിക്കുന്നത്. Question number 88. The State Cooperative Election Commission ഏത് സെക്ഷൻ പ്രകാരമാണ് ഫോം ചെയ്തിരിക്കുന്നത് എന്നാണ്. Question number 89. The State Cooperative Election Commission shall be appointed by the government for a period of dash years. എത്ര വർഷത്തേക്കാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Question number 90. The committee shall meet at least dash in advance and pass a resolution fixing the date, time and place of the conduct of election of a new committee. അപ്പോൾ ഈ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞല്ലോ, അപ്പം എത്ര ഡേയ്സിന് മുൻപാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. Question number 91. The dash may appoint a returning officer for the conduct of election. ആരാണ് എന്താണ് റിട്ടേണിംഗ് ഓഫീസറെ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എവരി നോമിനേഷൻ പേപ്പർ ഓൺ ഇലക്ഷൻ
committee shall be signed by dash members whose names included in the list of members. Question ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. Every nomination paper on election committee shall be signed by dash members whose names are included in the list of members. Question number 93 നോക്കാം. The minimum number of persons. The minimum number of persons present in general, മാനേജിങ് കമ്മിറ്റി ഓർ സബ് കമ്മിറ്റി. അതിന് എന്താണ് പറയല്? ക്വാറം എന്നാണോ, അജണ്ട എന്നാണോ, മീറ്റ്സ് എന്നാണോ പറയല് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 94. ദ ക്വാറം ഫോർ ദ ജനറൽ ബോഡി മീറ്റിംഗ് വിച്ച് ഈസ് യൂഷ്വലി ഡാഷ് ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ഫിക്സഡ് നമ്പർ. അപ്പോൾ ക്വാറം ഫോർ ജനറൽ ബോഡി മീറ്റിംഗ് ആണ്. Question number 95. The notice of meeting should contain a statement of business to be transacted at the meeting of the society which is called. The notice of meeting should contain a statement of business. Question number 96. The dash of meetings are written and record of proceedings of the meeting. Question number 97. Minutes are prepared by the dash after the meeting is over. ആരാണ് മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്തതെന്നാണ്. Question number 98 ഇതാണ്. A general body meeting of society shall be held in every year. Question number 99. A general body meeting of the society shall be held for the purpose of. ലാസ്റ്റ് ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്, 100ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. The government have the right to nominate not more than dash persons of the committee of an apex society. സോ നമ്മുടെ 100 ക്വസ്റ്റ്യൻസും ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഓപ്ഷൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ എഴുതി. ഇതിന് താഴോട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. സോ സമയത്തിൻ്റെ ആ ഒരു പരിധി മൂലം അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആൻസർ കീയിലും നിങ്ങൾക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. 100, 101, 102 തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കാണും. അപ്പോൾ അത് നിങ്ങൾ നോക്കേണ്ടതില്ല. നിങ്ങൾ 100 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ മാത്രം നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, നെഗറ്റീവ് മാർക്ക് ഇല്ല. നിങ്ങൾക്ക് 100 മാർക്കിൽ എത്രയാണോ കിട്ടിയത്, 100 ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ 100 മാർക്കിൽ എത്രയാണോ കിട്ടിയത്, അത് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതെല്ലാവരും ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റൊക്കെ ഇരുന്നിട്ട് ചെയ്യുന്നതിൽ യാതൊരു നഷ്ടം സംഭവിക്കില്ല. കാരണം ഒരു ഷുവർ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്കറിയാം, ഇന്ന് CSEB എക്സാമിനൊക്കെ ഭയങ്കര ടഫായിട്ടുള്ള കോമ്പറ്റീഷൻസാണ്. അല്ലെങ്കിൽ ഒരു അരമാർക്കിനായിരിക്കും നമ്മുടെ റാങ്കൊക്കെ ഏറ്റവും പിറകിലോട്ട് പോകുന്നത്. കാരണം ഇന്ന് ഈ ഏരിയയിലൊക്കെ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻസ് കൂടി വരുന്നതാണ്. ഓക്കെ, അപ്പം നമുക്കിനി ആൻസർ കീ നോക്കാം. നിങ്ങൾ സ്വയം ഒന്ന് വെരിഫൈ ചെയ്തോളൂ കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം നോക്കുക, ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പം മറക്കരുത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ കൂടി മറക്കേണ്ടത്. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്രമല്ല, കോർപ്പറേഷൻ അടിസ്ഥാനമാക്കിയിട്ട് പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് തുടങ്ങിയ എല്ലാ യൂണിവേഴ്സിറ്റികളിലെയും സ്റ്റുഡൻസിന് ഉപകാരപ്രദമാകുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ നിങ്ങളുടെ അറിവുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സ് ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി അങ്ങ് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നിങ്ങളുടെ ആൻസറുകൾ ഒത്തു നോക്കുക. സോ എല്ലാവരും ഓക്കെ അല്ലേ? എല്ലാവരും മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ മാർക്കുകൾ കമൻറ്റ് ചെയ്യാം. സോ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അതിനു മുൻപ് ഇതിൻ്റെ വീഡിയോസൊക്കെ കാണാത്തവർ പ്ലേലിസ്റ്റിൽ പോയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് ഓരോ വീഡിയോസായിട്ടും കൊടുത്തിട്ടുണ്ട്. ഓരോ ഹെഡിങ്ങിൽ ഓരോ സബിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാം. ബാങ്കിങ് ആയാലും അക്കൗണ്ടിങ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മളതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണാം. സോ മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. അതുവരേക്കും ബൈ.